ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക കറിയാണ്. വളരെ ടേസ്റ്റിയായ വെള്ളരിക്ക കറി തേങ്ങ അരച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി മാറ്റി വെച്ചുകൊണ്ട് പകുതി ഞാനിവിടെ മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞെടുക്കാം. ഇതിൻ്റെ തൊലിയും ഉൾഭാഗവും കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു ചട്ടിയിൽ ഈ വെള്ളരിക്ക കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 7 പച്ചമുളക് കൂടി ഇതിലേക്ക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. മുളക് പൊടി വളരെ കുറച്ച് മതി. നമ്മൾ എരിവിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. വെള്ളരിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പിന് ആവശ്യമായ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിനു വേണ്ടി ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 അല്ലി ഉള്ളി, ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ ഈ വെള്ളരിക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊഴിച്ച് ആ മിക്സിയുടെ ജാർ കഴുകി അല്പം കൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ടതാണ്. ബാക്കി ആവശ്യമായ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചൂടാകാൻ വേണ്ടി വയ്ക്കാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളരിക്ക എല്ലാം നല്ലതുപോലെ വെന്തിട്ടുള്ളതാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തിളക്കേണ്ട കാര്യമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടായോ എന്നറിയാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പതുക്കെ ഒന്ന് കൈവച്ച് നോക്കാം. അപ്പോൾ നല്ല പുക വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ആവശ്യം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചതച്ച മുളകാണ് എടുക്കുന്നത്. ഈ ചതച്ച മുളക് ഒരു 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ മുരിഞ്ഞ് ഇതിൻ്റെ പച്ചമണവും കുത്തലും എല്ലാം മാറുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം
നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. തേങ്ങ അരച്ചു കൊണ്ടുള്ള വെള്ളരിക്ക കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.